ഹായ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 2025 മലയാള സിനിമകൾ എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് 2025 184ഓളം സിനിമകൾ റിലീസ് ചെയ്തു എന്ന് പറയുന്നു. അതിൽ 15ഓളം സിനിമകൾ മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ തന്നെ 8 സിനിമകൾ വമ്പൻ വിജയമാണ് നേടിയെടുത്തത് എന്നും പറയുന്നു. അതായത് 15 സിനിമകളാണ് മൊത്തം ലാഭമുണ്ടാക്കിയത്, അതിൽ 8 സിനിമകൾ വലിയ വിജയം നേടിയെടുത്തു എന്നും പറയുന്നു. ഇതിൽ വലിയ വിജയം നേടിയെടുത്ത 8 സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്ന ആ 8 സിനിമകൾ: ഒന്ന് ലോക, മറ്റൊന്ന് തുടരും, എമ്പുരാൻ, DS ഇറെ, ആലപ്പുഴ ജിംഖാന, ഹൃദയപൂർവ്വം, ഓഫീസർ ഓൺ ഡ്യൂട്ടി, രേഖാചിത്രം എന്നീ 8 ചിത്രങ്ങളാണ് വമ്പൻ വിജയമായത് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. അതായത് വലിയ ലാഭം നേടിയ സിനിമകൾ ഈ 8 സിനിമകളാണ്. അതുപോലെ വിജയിച്ച മറ്റ് 7 സിനിമകൾ കൂടിയുണ്ട് എന്നും പറയുന്നു. ആ 7 സിനിമകൾ: ഒന്ന് കളങ്കാവൽ, എക്കോ, ദ പെറ്റ് ഡിറ്റക്റ്റീവ്, പ്രിൻസ് ആൻഡ് ഫാമിലി, പൊന്മാൻ, പടക്കളം, ബ്രോമൻസ്. ഇതാണ് വിജയം നേടിയെടുത്ത 7 സിനിമകൾ. മൊത്തം 15 സിനിമകൾ മാത്രമാണ് 2025 ലാഭം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. തീർച്ചയായും ഡിസംബർ മാസത്തെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടില്ല. അതുകൂടി കിട്ടുമ്പോൾ പൂർണ്ണമായിട്ടുള്ള രൂപം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിടും. ഇതിൽ തന്നെ ലോക, തുടരും, എമ്പുരാൻ ഈ 3 സിനിമകളും വമ്പൻ കളക്ഷനാണ് നേടിയെടുത്തത്. ഈ 3 സിനിമകളും 200 കോടിക്ക് മുകളിൽ കളക്ഷനായി വന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലോക എന്ന സിനിമ 302 കോടിയോളം കളക്ഷൻ നേടിയെടുത്തു. എമ്പുരാൻ 267 കോടിയും തുടരും എന്ന സിനിമ 234 കോടിയും കളക്ഷനായി നേടിയെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മൊത്തം 184 സിനിമകളാണ് 2025 റിലീസ് ചെയ്തത്. അതിൽ 15 സിനിമകളാണ് വലിയ വിജയമായത്. അതിൽ 8 സിനിമകൾ വലിയ ലാഭം നേടി എന്നും പറയുന്നു. ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.